ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എനിക്കൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഓർഡറാണിട്ടുള്ളത്. കേക്കൊക്കെ ഞാൻ ആദ്യം തന്നെ വേവിച്ച് വെച്ചിരുന്നു. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 3 ലെയറായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. 7 ഇഞ്ച് പാനിലാണ് കേട്ടോ അത് വേവിച്ചെടുത്തിട്ടുള്ളത് കേക്ക്. കേക്ക് ഒന്ന് 3 ലെയറായി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാൻ മെല്ലോൻ്റെ ഡാർക്ക് കോമ്പൗണ്ടാണ് കൊടുത്തിട്ടുള്ളത്. കേക്കൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. 1/2 കിലോൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടാണ്. അതിന് 180 രൂപയാണ്. ഫസ്റ്റ് കേക്കൊക്കെ വെച്ച് നനച്ച് കൊടുത്തിട്ട് ക്രീം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റും മിൽക്ക് മെയ്ഡൊക്കെ കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ 3 ലെയറൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. മൂന്ന് ലെയറും വെച്ച് കൊടുത്ത് ഇത് ഫസ്റ്റ് കോട്ട് ചെയ്ത് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. നമ്മൾ കേക്കിൻ്റെ കസ്റ്റമർ കളറൊന്നും ആഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കേക്കിൽ നമ്മൾ ഒരു കളറും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് എടുത്തിട്ട് ഫൈനൽ കോട്ട് ചെയ്തെടുക്കണം. സൈഡൊക്കെ ഒന്ന് ടിഷ്യൂ വെച്ചിട്ട് തുടച്ചെടുത്ത് വൃത്തിയാക്കുക കേട്ടോ. 1/2 മണിക്കൂർ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണേ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കി കൊടുക്കൽ തുടങ്ങിയിട്ട് ഒരു 6 മാസമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അൽഹംദുലില്ലാഹ് ഈ കച്ചവടമൊക്കെ ഉണ്ട്.
കേക്കിൻ്റെ സൈഡ് ഞാൻ ഓവർ ഫിനിഷ് ചെയ്യാനൊന്നും നിന്നിട്ടില്ല. ഇതുപോലെ സ്ക്രാപ്പറോട് ഡിസൈൻ ചെയ്തേക്കാണ് കേട്ടോ. മുകളിലും ഇതുപോലെ ഒരുപാട് ഫിനിഷാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാനുള്ളതാണ് കേട്ടോ. കസ്റ്റമർ നമ്മളോട് കളറൊന്നും ആഡ് ചെയ്യേണ്ട പറഞ്ഞുകൊണ്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്തേക്കാണ് കേട്ടോ. എനിക്കും കളർ ആഡ് ചെയ്യുന്നതുകൊണ്ട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ കസ്റ്റമർ പറയുമ്പോൾ നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നുള്ളൂ. എനിക്ക് റെഡ് വെൽവെറ്റ് കേക്കൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര മടിയാണ്. ഒരുപാട് കളർ ചേർക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ കസ്റ്റമർ പറയുമ്പം തന്നെ റെഡ് വെൽവെറ്റ് ചോദിക്കുമ്പോൾ തന്നെ ഞാൻ പറയും വേണോ, കളർ ഒരുപാട് ചേർക്കണതല്ലേ എന്ന് പറയും. അങ്ങനെ നിർബന്ധമുള്ളവർക്ക് മാത്രമേ നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കലുള്ളൂ. മുകളിലേക്ക് കേക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഗനാഷ് ഉണ്ടാക്കിയാണ്ട് മുകളിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചോക്ലേറ്റ് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യണത് പോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം. മുകളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ട്രിപ്പ് ചെയ്തുകൊണ്ട് കൊടുക്കുകയാണ്. കേക്ക് ഉണ്ടാക്കാനുള്ള ടൂൾസൊക്കെ ഞാൻ അച്ചാർ വിറ്റിയാണ്ടാണ് കേട്ടോ വാങ്ങിയത്. അച്ചാർ ഫസ്റ്റ് ഉണ്ടാക്കി വിറ്റിരുന്നു. ഇപ്പോൾ അതില്ല കേട്ടോ. എനിക്ക് കേക്ക് തന്നെ നമ്മളിഷ്ട പുതിയൊക്കെ ഓർഡറിന് കേട്ടോ. നമ്മൾ ചെറിയ പൈസക്കിൽ ഓർഡറൊക്കെ കിട്ടലുണ്ട്. ഒരു 3-4 ഓർഡറൊക്കെ ഒരു മാസത്തിൽ കിട്ടും. അപ്പോൾ ചില മാസം നല്ല ഓർഡർ ഉണ്ടാവും, ചില മാസമൊക്കെ 1-2 ഒക്കെ ഓർഡർ എന്നാലും നമ്മൾ സ്വന്തം ആവശ്യത്തിലും കുറച്ചൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അച്ചാർ ഉണ്ടാക്കലില്ല. അച്ചാർ ഉണ്ടാക്കി വിറ്റിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കണ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുകയും വേണേ. അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.